സുജാതൻ, ഈ സി പി ഐ എം വളരെ ഒരു പ്രതിസന്ധിയിലാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം കണ്ണൂർ, അതിനുശേഷം പത്തനംതിട്ട, പിന്നെ പാലക്കാടുണ്ടായിരുന്നു തോന്നുന്നു, കൊല്ലം. ഇപ്പോൾ വീണ്ടും ഒരു കോഴിക്കോട് നിന്നൊരു വാർത്ത വരുന്നു. പിണറായി വിജയനും പിന്നെ ഗോവിന്ദനുമെതിരെ, അതായത് ഡ്രിൽ മാസ്റ്റർ, നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനുമെതിരെ വൻ ആരോപണങ്ങളാണ് ഈ ജില്ലാ കമ്മിറ്റി മീറ്റിങ്ങുകളിൽ ഉയർന്നിരിക്കുന്നത്. എന്തായിരിക്കും പിണറായിയും പിന്നെ ഈ ഗോവിന്ദനും സ്ഥാനമൊഴിയേണ്ടി വരുമോ? അല്ല, ഇവരുടെ പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട് സ്ഥാനക്കയറ്റത്തിനും സ്ഥാനം ഒഴിയുന്നതിനുമൊക്കെ. പക്ഷേ വിമർശനം ഉയരുന്നത് ഈ തെരഞ്ഞെടുപ്പിലുള്ള ദയനീയമായ പരാജയത്തിൻ്റെ വെളിച്ചത്തിലാണ്. അതിന് പിന്നാലെ പിന്നെ പാർട്ടിയെ നയിക്കുന്നവർ ആരും ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. ഇത് മുൻകൂട്ടി കാണാൻ പാർട്ടി നേതൃത്വത്തിനോ മുഖ്യമന്ത്രിക്കോ കഴിയാത്ത കാര്യമൊന്നുമല്ല. പാർട്ടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇത്രയും ഒറ്റപ്പെട്ടു പോയ എന്നുള്ള വസ്തുത അവർ മനസ്സിലാക്കാതെ പോയതാണ്. പാർട്ടിക്കാർ തന്നെ പാർട്ടിക്കെതിരെ തിരിയുന്ന ഒരു അവസ്ഥാവിശേഷം തിരിച്ചറിഞ്ഞില്ല എന്ന് കരുതുന്നത് മൗഢ്യമാണ്. അങ്ങനെ അതിദയനീയമായി സി പി ഐ എം ഉണ്ടായ 1964 ശേഷം അവർ ഭരണത്തിൽ വരികയും തോൽക്കുകയും തെരഞ്ഞെടുപ്പിൽ പിന്നെ പരാജയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ജയിച്ചിട്ടുമുണ്ട്. പിന്നെയും ആ പരാജയത്തിൽ നിന്ന് കരകയറി വന്നിട്ടുമുണ്ട്. അങ്ങനെ ഏറ്റവും ഗംഭീരമായി 99 നിയമസഭാംഗങ്ങളെയും LDF നേടിക്കൊണ്ട് ആണ് രണ്ടാം തവണ പിണറായി അധികാരത്തിൽ വന്നത്. ആ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളുടെ ഫലമായിട്ട് ഏറ്റവും അൺപോപ്പുലറായ ഒരു ഗവൺമെൻറ് ആയിത്തീർന്നു. ജനങ്ങളിൽ വെറുക്കപ്പെട്ട ഒരു ഭരണകൂടം, ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഒരു ഭരണകൂടം. അതിൻ്റെ പിന്നെ അമർഷം ജനങ്ങൾ തീർത്തത് ഈ കഴിഞ്ഞ തവണ അവർക്കെതിരായിട്ട് വോട്ട് ചെയ്താണ്. അവർ ഇത്രയും ദയനീയമാണെന്നറിഞ്ഞിട്ടും പാർട്ടിക്കാർ കാണിച്ച കന്നം തിരിവുകൾ, പാർട്ടി നേതൃത്വം ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെ ഓരോരോ തീരുമാനങ്ങൾ കൊണ്ടുമായിട്ട് മുന്നോട്ട് പോവുകയും ജനങ്ങളോട് അടിക്കടിയായിട്ട് ഓരോ കാര്യങ്ങളിലും കള്ളത്തരം പറയുകയും, ഇപ്പോൾ പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ പ്രസംഗങ്ങളൊക്കെ ഇപ്പോൾ ട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റെയിൽ പദ്ധതിയെക്കുറിച്ച്, സിൽവർ ലൈനെക്കുറിച്ച് ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇപ്പോഴും എടുത്ത് ട്രോൾ ചെയ്യുന്നുണ്ടാണ്. അത് ഭയങ്കര തമാശയായിട്ടാണ്. അത് ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറയാം. സുജാതനത് എന്നോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല. ഈ ഗോവിന്ദൻ ഒരു തികഞ്ഞ പരാജയമാണ്. ഒരു സാധാരണ ഒരു മാർക്സിസ്റ്റ് പാർട്ടി അംഗങ്ങൾ, നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ പരിചയപ്പെടാറുണ്ടാവുമല്ലോ, മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ, വർക്കേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ്. ആ ഒരു ഓർഡിനറി വർക്കർ കൂടി ആവാനായിട്ടുള്ള കപ്പാസിറ്റി ഗോവിന്ദനില്ല. ഇപ്പം ഗോവിന്ദൻ എറണാകുളം ജില്ലേൻ്റെ ചാർജായിരുന്നു. DCC എറണാകുളത്തെ എന്തോ അവരുടെ പാർട്ടിയിൽ ആഭ്യന്തര കലഹം ഉണ്ടായപ്പോൾ അത് പരിഹരിക്കാനൊക്കെ ആയിട്ട് തൽക്കാലത്തേക്ക് അയാളെ പാർട്ടിയുടെ ചുമതല, ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഗോവിന്ദന് കൊടുത്തു. ഞാൻ മനസ്സിലാക്കിയത് ഗോവിന്ദൻ ഇവിടെ വന്ന് ചൊറി മാന്തി പുണ്ണാക്കി. എറണാകുളം ജില്ല വാസ് നോട്ട് ദ സെയിം ആഫ്റ്റർവേഡ്സ്. കാരണം എറണാകുളം ജില്ലയിൽ CPM നല്ലൊരു സ്ട്രോങ് ഹോൾഡായിരുന്നു എറണാകുളം ജില്ലയിൽ. അത് ഗോവിന്ദൻ പുണ്ണാക്കി മാറ്റി. അപ്പോൾ അങ്ങനെയുള്ള ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയത് തന്നെ തെറ്റ്. അയാൾക്ക് ആ കസേരയിൽ ഇരിക്കാൻ തക്ക യോഗ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് DCC കോഴിക്കോട് ഡിസ്ട്രിക്ട് കമ്മിറ്റി മുഖ്യമന്ത്രിയെ വീണ്ടും പ്രതിപക്ഷ നേതാവായി അവരോധിച്ചതിൽ അവർക്കുള്ള അമർഷം രേഖപ്പെടുത്തുന്നു. ഈ തിരഞ്ഞെടുപ്പിലുള്ള അവരുടെ പരാജയത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമാണെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. ഇതൊക്കെ ഔചിത്യമില്ലാത്ത കാര്യങ്ങളാണ്. വീണ്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വന്നത് അത് തെറ്റായ സന്ദേശമാണ് താഴെ നൽകുന്നതെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഇത് പാർട്ടിയുടെ ചില ഒരു കോയിൻ ചെയ്ത പ്രയോഗങ്ങളാണ് ഈ തെറ്റായ സന്ദേശം, ജാഗ്രത കുറവ് എന്നൊക്കെ പറയുന്ന ഒരു രീതി അവർക്കുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പാർട്ടി നേതൃത്വത്തിലുള്ള ഈ രണ്ടുപേരെ പേരെടുത്ത് കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കുമാർജി പറഞ്ഞതുപോലെ
ഇത് തുടങ്ങിയത് തെക്കൻ ജില്ലയിൽ കൊല്ലത്തുനിന്നും പത്തനംതിട്ടയിൽ നിന്നുമാണ്, പിന്നെ കണ്ണൂരിൽ ആവർത്തിച്ചു, ഇപ്പോൾ കോഴിക്കോട്, അടുത്ത ജില്ലകളിലേക്ക് ഇത് പടരുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ പാർട്ടി റീസ്ട്രക്ചർ ചെയ്യാൻ നിർബന്ധിതമാകും. ഇന്നിപ്പോൾ ഈ പാർട്ടി പേരിനെങ്കിലും ഉള്ളത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ലോകത്ത് കേരള കമ്മ്യൂണിസ്റ്റ് പേരിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ജനങ്ങളുടെ പേരും പറഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. ബംഗാളിൽ ഇപ്പോൾ 2 MLA-മാരില്ലേ CPM-ന്? ഒരു MLA, 2 LDF-ന് ഒരു ഒരു MLA. ഓക്കെ. പിന്നെ തമിഴ്നാട്ടിൽ 2 ഉണ്ട്. അങ്ങനെ ഇന്ത്യയിൽ 3 MLA-മാരിപ്പോൾ കിട്ടിയിട്ടുണ്ട്, കേരളത്തിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഇതാണ് പാർട്ടിയുടെ അവസ്ഥ. അപ്പോൾ ഈ നിലയിൽ അവർ ഭയങ്കര റീതിങ്കിങ്ങിന് വിധേയനാകും പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. കാരണം അദ്ദേഹം ഒരു താത്വിക വിചാരകനാണ്. കാര്യങ്ങളെയൊക്കെ ഒരു ഫിലോസോഫിക്കൽ പ്ലെയിൻ കാണാൻ ഉത്സാഹം കാണിക്കുന്നു. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആഗോള തലത്തിലാണ് എല്ലാത്തിനെയും അപഗ്രഥിക്കുന്നതും വിശദീകരിക്കുന്നതൊക്കെ. ഇപ്പോൾ പ്രധാനമായിട്ട് അദ്ദേഹം 100 കൂട്ടം തിരക്കിലാണ്. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധം എങ്ങനെ പരിഹരിക്കാം, പിന്നെ നമ്മുടെ ഷീ ജിൻപിങ് എന്താ ചൈനീസ് പ്രസിഡന്റിനെ എങ്ങനെ ഉപദേശിച്ച് നേരെയാക്കാം, ക്യൂബയിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നു, ട്രംപിന് കൂടെ താക്കീത് കൊടുക്കണം. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലെ CPM പ്രശ്നത്തിൽ ഇടപെടാനൊക്കെ ആയിട്ടുള്ള സമയവും സാവകാശവും കിട്ടാനും പ്രയാസമാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഇല്ലാതായാൽ അത് അദ്ദേഹത്തിന് നിലനിൽക്കണമെങ്കിൽ, ജനറൽ സെക്രട്ടറി ആയിട്ട് നിലനിൽക്കണമെങ്കിൽ CPIM ഉണ്ടാവണ്ടേ. അപ്പോൾ അതിൻ്റെ ജില്ലാ കമ്മിറ്റികൾ ഒക്കെ ഗുരുതരമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. 80 കഴിഞ്ഞ ഒരു മനുഷ്യനെ വീണ്ടും VD സതീശൻ എന്ന 62കാരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന അതിവിപുലമായ ഒരു ഭരണകൂടത്തിൻ്റെ പ്രതിപക്ഷത്ത് ഇരുന്നും കൊണ്ട് ആ ഗവൺമെൻറ് ചെയ്തികളെ ക്രിയാത്മകമായി വിമർശിക്കുകയും നിർദ്ദേശങ്ങൾ കൊണ്ടുവരികയും അതിന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള പാർലമെൻ്ററി പ്രവർത്തനം നടത്തുകയും വേണം. പക്ഷേ കെൽപ്പുള്ള ആളാണോ പിണറായി? സുജാതൻ അത് ഇപ്പം പിണറായി അല്ലെങ്കിൽ പിന്നെ വേറെ ആരാ ഉള്ളത്? ഈ MLA-മാർ CPM MLA-മാരിൽ വേറെ ആരാ ഉള്ളത്? CPM MLA-മാരിൽ ആരെങ്കിലും അത് പാർട്ടി കണ്ടുപിടിക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ ആരും ഇല്ല സുജാതൻ അതിനകത്ത്. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇതുപോലെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്, കേരള മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് കരുണാകരൻ. പിണറായിയേക്കാൾ ഭേദമാണ് ബാലഗോപാൽ. അതിനേക്കാൾ പിണറായിക്ക് കൂടെ പ്രിയപ്പെട്ട ഒരാളാണ് ബേപ്പൂരിൽ നിന്ന്, കോഴിക്കോട്ട് ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ്. അങ്ങനെ നേതാക്കൾ ഇല്ലാതെ ഇല്ല. പിന്നെ പാർട്ടിക്ക് പുറത്താണെങ്കിൽ പാർട്ടിയെ ഇപ്പോഴും സജീവമായി നിലനിർത്താൻ ഗംഭീരമായി ആശയ രൂപീകരണം നടത്തുന്ന ഒരാളാണ് M സ്വരാജ്. അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടാൽ ഇദ്ദേഹം എപ്പോഴാണ് റുമേനിയയിൽ നിന്ന് വന്നതെന്ന് തോന്നുന്നു. ആ തരത്തിൽ പുസ്തകങ്ങളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് തത്വവിചാരം നടത്തുന്ന ഒരാളാണ് അദ്ദേഹമാണ്. മറ്റേ അയ്യപ്പനെയും പിന്നെ എന്താ മാളികപ്പുറത്തെ കല്യാണമൊക്കെ നേരിട്ട് കണ്ട ആളാണെന്നോ, അതീന്ദ്രിയ ധ്യാനമൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹം, അല്ലേ? അപ്പോൾ ഈ തരം നേതാക്കൾക്ക് കുറവില്ല പാർട്ടിക്ക്. പക്ഷേ അണികളുടെ ചിന്താരീതി എങ്ങോട്ടാണെന്നും അണി എന്താണെന്നും ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും മനസ്സിലാക്കാൻ ഇവർക്കാർക്കും കെൽപ്പില്ല. അവർ വിചാരിച്ചേക്കുന്ന ഇവർ പറയുന്ന വേദവാക്യങ്ങളെല്ലാം അതുപോലെ സ്വീകരിക്കുന്ന, ശിരസാ വഹിച്ച് അനുസരണയോടെ കഴിയുന്ന കുഞ്ഞാടുകളാണ് ഈ ജനങ്ങളെന്നാണ്. ഇത് ഏത് കാലമാണ്? ജനങ്ങൾക്ക് ആശയരൂപീകരണത്തിന് എന്തെല്ലാം വഴികളുണ്ട്. സ്വയം പഠിക്കുന്ന, സ്വയം ചിന്തിക്കുകയും പ്രവർത്തിക്കാൻ കെൽപ്പുള്ള നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ അതീവ ബുദ്ധിമാന്മാരുടെ ഒരു ലോകമാണ്. അവർക്ക് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഴഞ്ചൻ ഡോഗ്മാസൊക്കെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് ഇപ്പോഴില്ല. ഇപ്പം ഈ ഒറ്റ പേടിയേ എനിക്കുള്ളൂ. ഇനിയിപ്പോൾ നേതാക്കന്മാരെ ആരെയും കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ അവസാനം സുനിൽ ഇളയിടത്തിനെ പിടിച്ച് പാർട്ടിയുടെ സെക്രട്ടറി ആക്കുമെന്ന് എനിക്ക് ഭയമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇത് ഇത്രമാത്രം ആശങ്ക എനിക്കുള്ളത്. അതൊന്ന് ആലോചിച്ച് നോക്കിയ സിറ്റുവേഷൻ. ഇവരൊന്നുമില്ലെങ്കിൽ സുനിൽ ഇളയിടത്തിനെ പാർട്ടി സെക്രട്ടറി ആയിട്ട് നിയമിക്കാം എന്ന് പറഞ്ഞ് തീരുമാനം എടുത്താൽ
ഒരുപക്ഷെ അവരുടെ പാർട്ടി ഇന്ന് അങ്ങനെ വോട്ടിട്ടൊരു തീരുമാനം വന്നാൽ അദ്ദേഹം ആവട്ടെ. അദ്ദേഹം പക്ഷേ ഒരു അക്കാഡമീഷ്യനല്ലേ, ഒരു എല്ലാവരും യൂണിവേഴ്സിറ്റി ബേബി അധ്യാപകൻ. അക്കാഡമിഷ്യനല്ലേ, ബേബിയും ശരിക്കും ഒരു വലിയ താത്വികാചാര്യനും ഒക്കെ. പുള്ളി അതിനേക്കാൾ ഉപരി അദ്ദേഹം ആചാര്യനാണ്. ഏ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പുതിയ സൈദ്ധാന്തിക ഭാഷ്യം ചമയ്ക്കാൻ ആശയങ്ങൾ തിരയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആ ജോലി കൊടുത്ത് മാറ്റി നിർത്തുക, അദ്ദേഹത്തിന് ഫുൾ ടൈം അദ്ദേഹത്തിന് ആ ജോലി കൊടുക്കുക. പിന്നെ വേറെ ആൾക്കാരുണ്ടല്ലോ, സാമ്പത്തികകാര്യ വിദഗ്ധൻ, ലോകത്തിലെ തന്നെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളെയും കുറിച്ചിട്ട് അപഗ്രഥിച്ച് പഠനം നടത്തി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയുണ്ട് അവർക്ക്, തോമസ് ഐസക്. അദ്ദേഹം ഉണ്ട്. പിന്നെ ഒറ്റ കാര്യമുള്ളത്, നമ്മളിപ്പോൾ സതീഷിന് ഈ പുതിയ മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, ഒരു ഹണിമൂൺ പീരീഡ്, 100 ദിവസത്തെ ഒരു എന്താ പറയുക പ്രവർത്തനത്തിനുള്ള അവർ എങ്ങനെയുണ്ട് അവർ പ്രവർത്തിക്കുന്ന വിലയിരുത്താനായിട്ട് മിനിമം 3 മാസം കൊടുക്കണം. അപ്പം അതേപോലെ പിണറായി വിജയനും കിട്ടണ്ടേ, കാരണം അദ്ദേഹത്തിനെ മാത്രം തെരഞ്ഞു പിടിച്ച് അവർ വിമർശിക്കുന്നതിൽ എനിക്കെന്തോ ഒരു, അദ്ദേഹത്തെ സുഖിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി സുഖിപ്പിച്ച് എന്നിട്ട് തള്ളി താഴെയിടുകയും ചെയ്തു, കാരണം ഭൂതൻ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടേ. അതൊക്കെ ഈ പാർട്ടിക്കകത്ത് തന്നെ ഉള്ളവരുടെ പരിപാടിയാണ്. കാരണം ഭൂതൻ, നാട് ഭരിച്ചിടും, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊക്കെയുള്ള പാട്ടൊക്കെ ഉണ്ടാക്കി. അതാ പാർട്ടി വ്യക്തി പൂജയിലേക്കും ആരാധന സ്വഭാവത്തിലേക്കും പോകുമ്പോൾ അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് നേച്ചർ ഇല്ലാതെയാവുകയാണ്. അതൊന്നും അവർ കാര്യമാക്കിയിരുന്നില്ല, ഇപ്പോഴും കാര്യമാക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് പാർട്ടി. അങ്ങനെ പോയാൽ പറ്റില്ല എന്നാണ് ഇപ്പം ജില്ലാ കമ്മിറ്റികൾ ഒന്നൊന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശൈലജയെ തോൽപ്പിച്ചതിനെതിരായിട്ട് അങ്ങനെ പലതും ഉപയോഗിക്കുന്നുണ്ട്. പാർട്ടിയുടെ സെക്രട്ടറി, ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ തളിപ്പറമ്പിൽ മത്സരിക്കാനിടയായത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ സ്ഥാനാർത്ഥി ആയപ്പോൾ മുതലേ അതിനെതിരെ പാർട്ടിയുടെ തന്നെ ഒരു ആളല്ലേ അവരെക്കെതിരെ മത്സരിച്ച് ജയിക്കുകയും ചെയ്തത്. അപ്പോൾ അത് തെറ്റാണെന്ന് ജനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ പാർട്ടി അടിയന്തരമായും അവർക്ക് നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നുകിൽ പാർട്ടിയെ അപ്പടി പിരിച്ചുവിടണം, ഇല്ലെങ്കിൽ പാർട്ടി പുനരുജ്ജീവിപ്പിക്കുവാൻ എന്തെങ്കിലും പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കണം. അവർക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ അവർക്ക്? ഇല്ല, ഉപ്പിലിട്ട കലം പോലെ ഇത് തേഞ്ഞ് പോവുകയുള്ളൂ. ഇതാണ് പാർട്ടിയെങ്കിൽ, ഇങ്ങനെയാണ് അവരുടെ തീരുമാനങ്ങളൊക്കെ പോകുന്നതെങ്കിൽ ഇവരെ കൊണ്ട് ഇത് അവസാനിക്കും. പിന്നെ വേറൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ, CPIയിലായിപ്പോയി എന്നുള്ള പ്രതീക്ഷ. നമ്മുടെ ബിനോയ് വിശ്വം, അദ്ദേഹം നല്ല മിടുക്കനായ ഒരു ഈ ഗവൺമെൻറ്റിൻ്റെ LDFിൻ്റെ മോശം പ്രകടനത്തിൻ്റെ കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് ബിനോയ് വിശ്വം എങ്ങനെ മാറിയിരിക്കും? അദ്ദേഹവും അതിന് വരുത്താവുന്ന ദോഷങ്ങളൊക്കെ പല പ്രസ്താവനകളിലും പ്രവൃത്തികളിലൂടെയും ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ പരാജയത്തിന് കാരണം മറ്റൊരാളാണെന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റില്ലല്ലോ. ശരി, അദ്ദേഹം ഒഴിയണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? CPIയുടെ പാർട്ടികളൊക്കെ അദ്ദേഹത്തിനെതിരെ വരും. അങ്ങനെ വരും അവരുടെ പാർട്ടിയുടെ നയത്തിൽ. അത് അങ്ങനെ ന്യൂസൊന്നും പുറത്തു വന്നില്ല. അവർ ഈ പാർട്ടി വിലയിരുത്തുന്ന സന്ദർഭത്തിൽ ഇതൊക്കെ കാരണങ്ങളും കുറ്റങ്ങളും വിലയിരുത്തും. അവരുടെയും മന്ത്രി ഒരാൾ തോറ്റില്ലേ, ചടയമംഗലം.